അമ്മ സംഘടനയുടെ ഭരണം രജിസ്ട്രാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർക്ക് കത്തയച്ച അൻസിബ ഉൾപ്പെടെയുള്ള നടിമാർ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് സാധ്യതയുള്ളതിനാൽ ഭരണം ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. അൻസിബ ഹസൻ, മാല പാർവതി, ഉഷ ഹസീന, പൊന്നമ്മ ബാബു എന്നിവരാണ് രജിസ്ട്രാർക്ക് കത്തയച്ചത്. അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽനാഥ്, പ്രധാനമായും ഈ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? തിരുവനന്തപുരത്തെ സബ് രജിസ്ട്രാർ ഓഫീസിലെ രജിസ്ട്രാർക്കാണ് ഈ കത്ത് കൈമാറിയിരിക്കുന്നത്. അൻസിബ ഹസൻ, മാല പാർവതി, ഉഷ ഹസീന, ഒപ്പം തന്നെ പൊന്നമ്മ ബാബു എന്നീ 4 പേരാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിലൂടെ അവർ സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് ഈ അമ്മ എന്ന സംഘടനയ്ക്കകത്ത് സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ സംഘടനയുടെ നേതൃത്വം അത് രജിസ്ട്രാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. കാരണം ഇതിലെ പ്രസിഡന്റായിരുന്ന ശ്വേതാ മേനോൻ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. ഒപ്പം തന്നെ അമ്മയിലെ ആ ഒരു അംഗത്വവും രാജിവെച്ചിരുന്നു. പിന്നീട് അഡ്ഹോക് കമ്മിറ്റി ഭരണം ഏറ്റെടുക്കുകയും പിന്നീട് വീണ്ടും കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ശ്വേത തന്നെ ഇതിന്റെ തലപ്പത്തേക്ക് വരികയുമായിരുന്നു. അത്തരത്തിൽ അമ്മ എന്ന സംഘടനയിൽ നിന്നും രാജിവെച്ച ഒരാൾ വീണ്ടും ഇത്തരത്തിൽ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അവിടെ വലിയ ആശങ്കയുണ്ട്. ഒപ്പം തന്നെ അമ്മയുടെ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ 6 കോടിയോളം രൂപയുണ്ട്. അത് പല വിധത്തിൽ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒപ്പം ഈ ശ്വേതാ മേനോന്റെ ഭരണസമിതിക്ക് മുന്നേയുള്ള ഭരണസമിതിയുടെ ചെക്ക് ബുക്ക് അടക്കം നിലവിൽ ഇപ്പോൾ ശ്വേതാ മേനോന്റെ ഭരണസമിതിയുടെ കയ്യിലുണ്ട്. അതും ഒരുപക്ഷെ ദുരുപയോഗം ചെയ്യാം എന്ന ഒരു കാര്യമാണ് നിലവിൽ ഇവർ 4 പേരും സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം നിലവിൽ സമർപ്പിച്ചിട്ടുള്ള മിനിറ്റ്സ് ബുക്കിലെ കാര്യങ്ങൾ വസ്തുതാപരമല്ല എന്നും കൂടി പറയുന്നുണ്ട്. അതിൽ പല കാര്യങ്ങളും കെട്ടിച്ചമച്ചതാണ് എന്നും പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു ക്രമക്കേടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രജിസ്ട്രാർ അതിന്റെ നേതൃത്വത്തിലേക്ക് വരണം, അല്ലെങ്കിൽ അതിന്റെ ചുമതല ഏറ്റെടുക്കണം എന്ന ഒരു കാര്യമാണ് നിലവിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. നാളെ കോടതിയിൽ ഈ അൻസിബയുടെ ഹർജി അടക്കം പരിഗണിക്കുന്ന ഒരു സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കത്ത് നിലവിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അഡ്ഹോക് കമ്മിറ്റി ഇത്തരത്തിൽ ഈ ഭരണസമിതിയുടെ കയ്യിൽ നിന്നും എല്ലാ കാര്യങ്ങളും താക്കോൽ, ഒപ്പം തന്നെ വൈഫൈയുടെ പാസ്വേഡ് രേഖകളൊക്കെ തന്നെ വാങ്ങിയിരുന്നു. പിന്നീട് അത് ശ്വേതാ മേനോൻ വീണ്ടും ഇതിന്റെ തലപ്പത്തേക്ക് വന്ന സാഹചര്യത്തിൽ അത് തിരിച്ചു വാങ്ങുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പ്രതിസന്ധി ഉള്ള സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു കത്ത് നൽകിയിരിക്കുന്നത്. നാളെ വീണ്ടും കോടതി ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഇവർ 4 പേരും കൂടി ഈ ഒരു കത്ത് നൽകിയത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്.